കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതീഷ് വിശ്വനാഥ് ഒരു പോസ്റ്റിട്ട് ചോദിച്ചിരുന്നു, ഈ ഒരു സമൂഹത്തിൽ ചിലരൊക്കെ പറയാറുണ്ട് കുറച്ച് പേർ തീവ്രവാദികളാണ്, ആ കുറച്ച് പേരെ എങ്ങനെ അറിയുമെന്ന്. പ്രതീക്ഷയെ അതറിയാൻ എളുപ്പമാണ്, പക്ഷേ നിൻ്റെ കണ്ണുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പാടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ ആ മനുഷ്യരൂപത്തിനപ്പുറത്ത് മറ്റ് പലതും ഇല്ല എന്ന് മാത്രമല്ല, അത് മുഴുവൻ അഴുക്ക് പിടിച്ചിരിക്കുന്ന, കറ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഈ തീവ്രവാദികൾ ഒറ്റയ്ക്കും കൂട്ടായും കാണാറുണ്ട്. ആദ്യം ഒരു തീവ്രവാദിയെ സിൻസി അനിൽ എന്ന് പറയുന്ന ഒരു സഹോദരി ഫേസ്ബുക്ക് പേജിലൂടെ പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. വേദിയിൽ ഒരു ക്രിസ്ത്യൻ സോങ് ആലപിച്ചപ്പോൾ ഒലിച്ചുപോയ സനാതന ധർമ്മവും ഹിന്ദുത്വവുമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ശശികല ടീച്ചറെ, എനിക്ക് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനുണ്ട്. കോവിഡ് എന്ന മഹാമാരി കാലത്ത് ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറായിരുന്നു ഞാൻ. അക്കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞത് അസൽ ഹിന്ദു തറവാട്ടിലെ ഒരു അമ്മാവന് നെഗറ്റീവ് ബ്ലഡ് വേണം, അത്യാവശ്യമാണ്. ഒരു രാവും പകലും എല്ലാം അന്വേഷിച്ചു. ഇദ്ദേഹം ഒരു ജഡ്ജാണ്. ഇദ്ദേഹത്തിന്റെ കോണ്ടാക്റ്റിലെല്ലാം അന്വേഷിച്ചു, കേരളത്തിലാകമാനം അന്വേഷിച്ചു. പക്ഷെ ആരും ഹോസ്പിറ്റലിലേക്ക് വരാനോ ബ്ലഡ് തരാനോ അക്കാലത്ത് തയ്യാറായില്ല. കോവിഡ് വരുമെന്നുള്ള ഭയമാണ് എല്ലാവർക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റ് നൈറ്റ് ആയിട്ട് ഒരാൾ റിപ്ലൈ ചെയ്യുന്നത്, ഞാൻ നാളെ വരാം, ഈരാറ്റുപേട്ടയിൽ നിന്നാണ്, അമൃത ആശുപത്രി കൊച്ചിയിൽ വന്ന് ഞാൻ ബ്ലഡ് തരാം. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. അന്നത്തെ അദ്ദേഹത്തിന്റെ വരുമാനം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഈ കൊച്ചി വരെ അദ്ദേഹം ഈ ബ്ലഡ് തരാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിൽ തോന്നി അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം കൊടുക്കണമെന്ന്. ഞാൻ അത് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു. അദ്ദേഹം അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഭാഷ എന്താണെന്ന് വെച്ചാല്, മനുഷ്യനാകുന്നത് ഇക്കാലത്തല്ലേ മനുഷ്യരാകേണ്ടത്, നമ്മൾ മനുഷ്യരാണെന്ന് ജനിച്ചിട്ട് തെളിയിക്കണമല്ലോ മനുഷ്യനാണെന്നുള്ളത്, അതിന് ഒരു അവസരമായിന്നേ ഞാൻ കരുതുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു ചായ പോലും കുടിക്കാതെ അയാൾ തിരികെ പോയി. ഇന്നും അയാൾ എന്റെ സൗഹൃദ ലിസ്റ്റിലുള്ളെന്നുള്ളത് എന്റെ ഒരു അഭിമാനം. അയാൾ ഒരു മുസൽമാനായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നല്ല ടീച്ചറെ, നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സനാതന ധർമ്മവും ഹിന്ദുത്വത്തിനൊക്കെ മേലെയാണ് മനുഷ്യത്വം എന്നത്. അത് ഓർമ്മയിലുണ്ടാവട്ടെ. കണ്ടോ പ്രതീക്ഷ, നിനക്കങ്ങനെ തെളിയിക്കാൻ കഴിയില്ല. നീ ഒരു മനുഷ്യനാണെന്നും മനുഷ്യത്വമുണ്ടെന്നും തെളിയിക്കാനാവില്ല. ഇതാണ് ഒരു തീവ്രവാദി. തീവ്രവാദങ്ങളുടെ ഈറ്റില്ലമാണ് ഈരാറ്റുപേട്ടയെന്ന് അങ്ങ് എഴുതിയും പറഞ്ഞും ഒക്കെ വിശ്വസിപ്പിച്ചിരുന്ന ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നാട്ടിൽ നിന്നെത്തിയ ഒരു ചെറിയ ഓട്ടോക്കാരനാണ്. ഇവരൊക്കെ ഇത്തരം തീവ്രവാദം ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. അത് ഞാൻ ഒടുവിൽ പറയാം. ഇനി ഒരു വലിയ തീവ്രവാദിയാൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടം തീവ്രവാദികളുടെ കഥ കേൾക്കാം. അതിങ്ങനെയാണ്. അതൊരു ഫേസ്ബുക്ക് കുറിപ്പാണ്. മാനവതയ്ക്ക് മഹിമയേകുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും KMCCക്കും മലയാളി അസോസിയേഷനും ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ സീമ, കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ. എൻ്റെ സഹോദരി ഭർത്താവിൻ്റെ അളിയൻ കാഞ്ഞങ്ങാട് അത്തിക്കോത്ത് താമസിക്കുന്ന വേണുഗോപാൽ എന്ന വേണുവേട്ടൻ മാർച്ച് 17 ഷാർജയിലെ പ്രശസ്തമായ ബുർജ് ഹോസ്പിറ്റലിൽ ഹൃദയാഘാതത്തെയും പക്ഷാഘാതത്തെയും തുടർന്ന് ചികിത്സയിലായിരുന്നു. അന്ന് മുതൽ അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാൻ MLA രാജഗോപാൽ മുഖ്യമന്ത്രിയെ കോൺടാക്ട് ചെയ്തെങ്കിലും അനുകൂലമായ നടപടിയുണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ആശുപത്രിയിൽ വെച്ച് തന്നെ ചികിത്സ ഫലം ചെയ്യാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്തതിനാൽ 3 ലക്ഷം ദിർഹം, ഏകദേശം 75 ലക്ഷം രൂപ ബില്ലായിരുന്നു. തുക അടച്ച് ബോഡി റിലീസ് ചെയ്യിക്കാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായ ഞങ്ങൾക്ക് മാർഗമുണ്ടായിരുന്നില്ല. ആശുപത്രി അധികൃതരെ കാര്യം അറിയിച്ചപ്പോൾ 2,17,000 ദിർഹമാക്കി. കുറച്ച് തന്നുവെങ്കിലും അതടയ്ക്കാൻ നിർവാഹമില്ലായിരുന്നു. ഞങ്ങൾ തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന സന്ദീപ് വാര്യരെ ബന്ധപ്പെട്ടു. അദ്ദേഹമാണ് KMCCയെ ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചത്. തദടിസ്ഥാനത്തിൽ KMCC നേതാക്കളുമായി മുസ്ലിം ലീഗ് നേതാക്കളായ കല്ലട്ര മായിൻ ഹാജി, AKM അഷ്റഫ്, അബൂ മഹിൻബാദ്, ബഷീർ വെള്ളിക്കോത്ത്, KK ബദറുദ്ദീൻ, MP ജാഫർ, റമീസ് തുടങ്ങിയ മറ്റു പലരുമായി ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അവർ തങ്ങളെ കാണാൻ അവസരമുണ്ടാക്കി തരികയും സ്വന്തം നിലയിൽ തങ്ങളുമായി KMCC നേതാവ് നിസാർ തളങ്കരെ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെടുകയും ചെയ്തു. മണ്ഡല മുസ്ലിം ലീഗ് നേതാക്കൾ സൗകര്യപ്പെടുത്തിയനുസരിച്ച് കുടുംബാംഗമായ ആനന്ദ്, സുഹൃത്തുക്കളായ ധനേഷ്, പെരിയ, അനുരാജ്, ആയക്കടവ് എന്നിവർ ഇന്ന് രാവിലെ തങ്ങളെ നേരിട്ട് കാണുകയും ചെയ്തു. അതിൻ പ്രകാരം തങ്ങൾ ആശുപത്രി ഉടമയായ ഷംസീർ വയലുമായി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജ്യസഭാ മെമ്പർ ഹാരിസ് ബീരാനുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ പ്രയാസം ബോധ്യപ്പെടുത്തുകയും
ഷംസീർ ഉടൻ തന്നെ 2,17,000 ദിർഹം അടയ്ക്കേണ്ടുന്ന ഹോസ്പിറ്റൽ ബില്ല് 40,000 ദിർഹം മാത്രം അടച്ച് ബോഡി വിട്ടുതരാൻ തയ്യാറാവുകയും ചെയ്തു. ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാനുള്ള പണം സ്വരൂപിച്ചത് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ, തണൽ, പ്രവാസി സംഘടനകൾ, വെൽഫെയർ അസോസിയേഷനുകൾ എന്നിങ്ങനെ 13ഓളം സംഘടനകൾ മുന്നിട്ടിറങ്ങി പണം സ്വരൂപിച്ചു. കൂടാതെ തങ്ങൾ KMCC നേതാവ് നിസാർ തലങ്കരിക്ക് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് തീരുമാനമായി. ആശുപത്രിയിൽ ചികിത്സ ആരംഭിച്ചതു മുതൽ സഹായങ്ങൾ നൽകി വരുന്ന നാരായണൻ നായർ, ചന്ദ്രൻ, മുരളീധരൻ മുതലായവർ എല്ലാ നിയമപരവും സാങ്കേതികവുമായ സഹായങ്ങൾ ചെയ്തു തന്ന് നാളെ 10:30 കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുകയും ചെയ്തു. ഇനിയുള്ളത് ശശികലയ്ക്കും പ്രതീഷും അറിയാനാണ്. സത്യത്തിൽ മനുഷ്യത്വം കാണാൻ കഴിയുന്നത് ഇവിടെയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നമ്മളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ജനതയ്ക്ക് ആദരണീയനായ തങ്ങളുടെയും തങ്ങൾ പറഞ്ഞപ്പോൾ 2 കോടിയോളം രൂപ ഇളവ് ചെയ്യാൻ തയ്യാറായ ഷംസീർ വയലിൻ്റെയും മനുഷ്യത്വപൂർണ്ണമായ ഇടപെടൽ നമ്മിൽ ചിലർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കെട്ടിയുയർത്തിയ ജാതി മത രാഷ്ട്രീയ സങ്കുചിതത്തിൻ്റെ മതിലുകൾ ഭേദിക്കാനും വിതയ്ക്കുന്ന വിദ്വേഷത്തിൻ്റെ കനലുകൾ ഊതിക്കെടുത്താനും പര്യാപ്തമാണ്. അവരിരുവർക്കും ഞങ്ങളുടെ കഥനം എത്തിക്കാനും പരിശ്രമിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. മഹത്വം നിറഞ്ഞ ഈ സേവനത്തെക്കുറിച്ചുള്ള കുറിപ്പ് നമ്മളിൽ ചിലരുടെ ഹൃദയത്തെ മതിച്ച അന്ധത മാറ്റാൻ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കണ്ട, ഇതാണ് ഒരു കൂട്ടം തീവ്രവാദികൾ, സ്നേഹത്തിൻ്റെ തീവ്രവാദികൾ, സേവനത്തിൻ്റെ തീവ്രവാദികൾ. പ്രതീക്ഷ, ഒരു സംഭവം ഒരാളുടെ വിഷയത്തിൽ, ഒരു സനാതന ഹിന്ദുവിൻ്റെ വിഷയത്തിൽ നിനക്ക് പറയാനാവുമോ? ഉണ്ടാവില്ല. ഈ യാതൊരു മാർഗവുമില്ലാത്ത ഈരാറ്റുപേട്ടയിലെ ഒരു ഓട്ടോക്കാരൻ മുതൽ നല്ല സമ്പത്തും സൗകര്യങ്ങളുമുള്ള വലിയ ഹൃദയവിശാലതയുള്ള യൂസുഫ് അലി എന്ന വലിയ മനുഷ്യൻ്റെ മരുമകനായ ഷംസീറും ഈ പ്രവൃത്തി ചെയ്തത്, തങ്ങൾ അതിന് നേതൃത്വം നൽകിയതും അതുപോലെ ബാക്കിയുള്ളവരെല്ലാം അതിൽ ബന്ധപ്പെട്ടതും എല്ലാം ഒറ്റ ലക്ഷ്യത്തിലാണ്. എന്താ ലക്ഷ്യം എന്നറിയോ? അവർക്കാർക്കും കാഞ്ഞങ്ങാട്ട് മത്സരിക്കാനല്ല, അവർക്കൊന്നും അത് വെച്ചാരെയും വെല്ലുവിളിക്കാനല്ല, അത് വെച്ച് വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കാനല്ല. ഇവരെ മുന്നിലെത്തുമ്പോൾ അവരുടെ വിശ്വാസമനുസരിച്ചുള്ള പടച്ചവൻ്റെ കൽപ്പന, പ്രവാചകൻ്റെ ഓർമ്മപ്പെടുത്തൽ, പരലോകം, ഇതൊക്കെ ഓർമ്മ വരും. അവിടെ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് നാളെ പരലോകത്തെ പുണ്യം മാത്രം പ്രതീക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ കൂട്ടായ്മകൾ KMCCയെപ്പോലെ ലോകം മുഴുവനുണ്ട്. ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു KMCC ഒരു വർഷത്തിൽ ഒരു തവണ ചെയ്യുന്ന നന്മ നിൻ്റെ ജീവിതം കൊണ്ട് ചെയ്യാനാവില്ല പ്രതീക്ഷ, ജീവിതകാലം മുഴുവൻ. കാരണം എന്താണെന്നറിയോ? അവർക്ക് വേറെ അവയവങ്ങളൊന്നും കൂടുതൽ ഉണ്ടായിട്ടല്ല, അവരൊക്കെ മനുഷ്യരാണെന്ന സ്വയം ബോധ്യവും അവരെ നയിക്കുന്ന ഒരു വിശ്വാസ ധർമ്മ ദീപ്തിയും അതവരുടെ ഉള്ളിലുണ്ട്. നിന്നെപ്പോലെ അധികാരത്തിൻ്റെയും ലാഭത്തിൻ്റെയും നേട്ടത്തിൻ്റെയും പുറത്തെ വെളിച്ചം അന്വേഷിച്ച് നടക്കുന്നവരല്ല അവർ. അവരുടെ ഉള്ളിൽ കനലെരിയുന്ന വിശ്വാസത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും വെളിച്ചം അന്വേഷിച്ച് നടക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ എല്ലാ മതത്തിലും ഉണ്ടാവും. പക്ഷേ നിനക്കതുണ്ടാവില്ല. നിൻ്റെ അകത്തും പുറത്തും എപ്പോഴും പവർ കട്ടാണ്. അതുകൊണ്ടാണ് നീ തീവ്രവാദികളെ തറക്കുന്നത്. അത് നീ തന്നെയാണെന്നറിയാതെയാണ് നീ അന്വേഷിക്കുന്നത്.